അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്, ഒരു പ്രവാചക വചനമാണ് കേൾപ്പിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി യഅതൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമത ബിളാ ഫയജഅലുഹ അല്ലാഹു ഹബാഅൻ മൻസൂറാ. സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്താണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഈ വാക്കുകളുടെ അർത്ഥം? ലഅഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽപ്പെട്ട ചില ആളുകളെ നിശ്ചയമായും എനിക്കറിയാം. യഅതൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ, അന്ത്യദിനത്തിൽ ധാരാളം നന്മകളുമായിട്ട് അവർ വരും. ധാരാളം നമസ്കാരവുമായി, ധാരാളം നോമ്പുമായി, ധാരാളം ദാനധർമ്മങ്ങളുമായി, ധാരാളം മറ്റ് സുഹൃതങ്ങളുമായി, അദ്കാറുകളുമായി, ധാരാളം തസ്ബീഹുകളുമായി, ധാരാളം സ്വലാത്തുകളുമായി അവർ നാളെ പരലോകത്ത് അന്ത്യദിനത്തിൽ വരും. ധാരാളം നന്മകളുമായിട്ട് അവർ പരലോകത്ത് വരും എന്നാണ് പറയുന്നത്. അവരുടെ നന്മകളെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വിശദീകരിച്ചു പറഞ്ഞു, അംസാലി ജിബാലി തിഹാമത ബിളാ, വെളുത്ത തിഹാമ പർവ്വതത്തോളം ഉണ്ടാകും അവരുടെ നന്മകൾ. അവരുടെ നന്മകളുടെ ആധിക്യം വിശദീകരിക്കാനാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്. തിഹാമ പർവ്വതത്തോളം അവർ നന്മകൾ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ടും ഫയജഅലുഹല്ലാഹു ഹബാഅൻ മൻസൂറാ, അല്ലാഹു തആല അവരുടെ നന്മകളെ ചിതറപ്പെട്ട ധൂളികളാക്കി മാറ്റിക്കളയുമെന്നാണ്. അവരുടെ നന്മകളെ അല്ലാഹു തആല തിരസ്കരിക്കുമെന്നാണ്, അല്ലാഹു സ്വീകരിക്കപ്പെടാതെ പോകുമെന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതാണ് ചിതറപ്പെട്ട ധൂളികളാക്കി മാറ്റും എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം. സഹോദരങ്ങളെ, ഇത്രമാത്രം നന്മകൾ ചെയ്തിട്ടും, തിഹാമ പർവ്വതത്തോളം നന്മകൾ ചെയ്തിട്ടും, ആ നന്മകളെ അല്ലാഹു ചിതറപ്പെട്ട ധൂളികളാക്കി മാറ്റപ്പെടുന്നവർ ആരാണ്? സൗബാൻ റളിയല്ലാഹു അൻഹു പറയാണ്, സ്വഹാബിമാർ, പ്രവാചക ശിഷ്യന്മാർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിന്റെ വിശദീകരണം ചോദിക്കുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ, പ്രവാചകരെ, അവരാരാണെന്ന് ഞങ്ങൾക്ക് വിശേഷിപ്പിച്ചു തരണം, ഞങ്ങൾക്ക് അവരാരാണെന്ന് നിങ്ങൾ വ്യക്തമാക്കി തരണം. അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലമു, ഞങ്ങൾ അറിയാതെയാണെങ്കിൽ പോലും അവരിൽ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്, അറിയാതെ പോലും ഞങ്ങൾ അവരിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. അവരാരാണെന്ന് നിങ്ങൾ വിശദീകരിച്ചു തരണം, നിങ്ങൾ ഞങ്ങൾക്ക് വ്യക്തമാക്കി തരണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബിമാർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാരെ പറയുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. അമാ ഇന്നഹും ഇഖ്വാനുകും വമിൻ ജിൽദതികും, നിശ്ചയം അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, നിങ്ങൾ രാവുകളെ സ്വീകരിക്കുന്നത് പോലെ അവരും രാവുകളെ സ്വീകരിക്കുന്നുണ്ട്. നിങ്ങൾ ആരാധനകൾ കൊണ്ടാണ്, ഇബാദാത്തുകൾ കൊണ്ടാണ് രാവുകളെ സ്വീകരിക്കുന്നതെങ്കിൽ അവരും ഇബാദാത്തുകൾ കൊണ്ട് രാവുകളെ സ്വീകരിക്കുന്നവർ തന്നെയാണ്. ധാരാളം ഇബാദാത്തുകൾ അവരും നിർവഹിക്കുന്നു. വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ, പക്ഷേ അവരൊരു ജനവിഭാഗമാണ്. ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി, അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളുമായി അവർ ഒറ്റക്കായാൽ, അവർ തനിച്ചായാൽ, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളുമായി അവർ തനിച്ചായാൽ, ഇൻതഹഖൂഹാ, ആ ഹറാമുകൾ യഥേഷ്ടം അവർ പ്രവർത്തിക്കും എന്നുള്ളതാണ്. അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ അവർ യഥേഷ്ടം ചെയ്യും. ആരും കാണുന്നില്ല, അല്ലാഹു അല്ലാതെ മറ്റാരും കാണുന്നില്ല, മറ്റാരും അറിയുന്നില്ല. ഇങ്ങനെ ഒരു സന്ദർഭം അവരുടെ മുമ്പിൽ ഉണ്ടായാൽ ആ ഹറാമുകൾ അവരെ പ്രവർത്തിക്കും. ഇതാണ് അവരുടെ പ്രശ്നം. ഇതുകൊണ്ടാണ് അവരുടെ നന്മകളെ അല്ലാഹു തആല ചിതറപ്പെട്ട ധൂളികളാക്കി മാറ്റിക്കളയുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, തനിച്ചാവുമ്പോൾ നിഷിദ്ധങ്ങൾ പ്രവർത്തിക്കുക അത് വല്ലാത്തൊരവസ്ഥയാണ്. ഒരിക്കലും തന്നെ ഒരു വിശ്വാസിയിൽ ഉണ്ടാകാൻ പാടില്ലാത്തൊരവസ്ഥയാണ്.
ഇന്ന് നിങ്ങൾ നോക്കൂ, മനുഷ്യന്റെ സ്വകാര്യതയുടെ വൃത്തം വിശാലമായ കാലമാണ്. പ്രത്യേകിച്ചും ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളൊക്കെ ധാരാളമുള്ള കാലം. നിഷിദ്ധങ്ങൾ ഈ സ്വകാര്യ വലയത്തിൽ ധാരാളമായിട്ട് ചെയ്യാനുള്ള അവസ്ഥയും സാഹചര്യവും ഉണ്ട്. പക്ഷേ ആരും കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുന്നു എന്ന ബോധ്യത്തോടു കൂടി, അള്ളാഹു അറിയുന്നു എന്ന ബോധ്യത്തോടു കൂടി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അയാളുടെ നന്മകളെ അല്ലാഹു തആല സ്വീകരിക്കില്ല എന്നാണ് പറഞ്ഞത്. തനിച്ചാവുമ്പോൾ നിഷിദ്ധങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ അയാളുടെ നന്മകളെ അല്ലാഹു തആല ചിതറപ്പെട്ട ധൂളികളാക്കി മാറ്റിക്കളയുമെന്നാണ്. ഒറ്റക്കാവുമ്പോ കാണാൻ പാടില്ലാത്തത് കാണുകയും ഒറ്റക്കാവുമ്പോൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ അവരുടെ ഹസനാത്തുകളെ, അവരുടെ സുഹൃതങ്ങളെ അല്ലാഹു തആല തിരസ്കരിച്ചു കളയും, തള്ളപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് കൂടുതൽ ജാഗ്രത വേണം. അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്നും അത് നമ്മൾ തനിച്ചായാലും അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ, ആരും കാണുന്നില്ലെങ്കിലും നാഥൻ, പ്രപഞ്ചനാഥനിൽ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടി വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ നന്മകളെ ചിതറപ്പെട്ട ധൂളികളാക്കി മാറ്റിക്കളയുന്ന ദൗർഭാഗ്യവാന്മാരുടെ ഗണത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ നന്മകൾ ചെയ്യാനും അതുപോലെ തന്നെ ഏത് ഒറ്റപ്പെട്ട അവസ്ഥയിലും നിഷിദ്ധങ്ങളിൽ നിന്ന് അകന്നുകൊണ്ട് ജാഗ്രതയോടെ ജീവിക്കുവാനും നാഥൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.